ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ പോകുന്ന ആൾക്കാർക്ക് ചില സ്വഭാവങ്ങളുണ്ട്, ചില നല്ല ഗുണങ്ങളുണ്ട്. ആ നല്ല ഗുണങ്ങൾ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പുറകിൽ നമുക്കും പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട് അവരുടെ സ്വഭാവ ഗുണങ്ങൾ എന്തായിരുന്നു എന്ന്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ആ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആ വിവിഐപികൾക്ക് ഉണ്ടായിരുന്ന ചില ഗുണങ്ങൾ ഖുർആൻ നമുക്ക് എണ്ണി പറഞ്ഞു തരുന്നുണ്ട്. ഈ പറയുന്ന ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മളും ആ സ്വർഗത്തിൽ പോകും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാം ഒന്നും പറയാൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് നമ്മളെ കൊണ്ട് പറ്റുന്നത് പറഞ്ഞ് സന്തോഷത്തോടെ ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർക്കുണ്ടായിരുന്ന ഒന്നാമത്തെ സ്വഭാവം എന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഈ പറയുന്ന സ്വഭാവം നമ്മളിൽ ആർക്കാവുള്ളത്, ഉണ്ടോ ഇല്ലയോ എന്ന് സ്വന്തമായിട്ടൊന്ന് വിലയിരുത്തുക. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, ഒന്നാമത്തെ സ്വഭാവ ഗുണം എന്തെന്നറിയുമോ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒന്നാമതായി പറയുകയാണ്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നന്മ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പടച്ചവനെ ആ നന്മ ചെയ്യണമെന്ന് പറയുന്ന ഒരാഗ്രഹമുണ്ടല്ലോ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഒരു നല്ല കാര്യം ഒരു മനുഷ്യന്റെ മുമ്പിൽ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നിസ്കാരമാകട്ടെ, സദഖയാകട്ടെ, ഖുർആൻ ഓതലാകട്ടെ, ദിക്റുകളാകട്ടെ, ഒരു നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് നന്മയാണോ, ആ നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് സമാധാനമില്ലടോ. ആ നന്മ ചെയ്യാതെ അവൻ ഉറങ്ങാൻ കഴിയില്ല. ആ നന്മ ചെയ്യുന്നതിന് വേണ്ടി അവന് വല്ലാത്ത ധൃതി കാണിക്കുകയാണ്. ഒരു നല്ല കാര്യം പറയപ്പെട്ടാൽ പടച്ചവനെ അത് ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മളിൽ ആർക്കാവുള്ളത്? പടച്ചവനെ ഒന്ന് കയറിയിരിക്കാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് എൻ്റെ വീട്ടിൽ കയറിയിരിക്കാനല്ല. ദുനിയാവിൽ 2 സ്വർഗമുണ്ട്. ആ 2 സ്വർഗത്തിൽപ്പെട്ട ഒരു സ്വർഗമാണ് ഇൽമു പറയുന്ന മജ്ലിസ്. എടോ വന്ന സ്വർഗത്തിൽ കയറിയിരിക്ക് ഒന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്, പുറകിൽ നിൽക്കുന്നവന് കയറിയിരിക്കട്ടെ എന്ന് ചിന്തിക്കുകയാണ്. ഈ ഗുണമല്ല നമുക്ക് വേണ്ടത്. ഒരു നന്മ പറഞ്ഞാൽ, ഒരു നല്ല കാര്യം പറഞ്ഞാൽ പറയുന്നവന് താടിയുണ്ടോ, തഴമ്പുണ്ടോ, വലിയവനാണോ, ചെറിയവനാണോ, അങ്ങനല്ല. ഒരു നല്ല കാര്യം പറഞ്ഞാ ചെയ്യാനുള്ള ഒരു മനസ്സാണ് വേണ്ടത്. ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. ആ സ്വഭാവമാണ് നമുക്കുണ്ടാകേണ്ടത്. ഒരു നല്ല കാര്യം പറഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്നറിയുമോ? ഒരു ഉദാഹരണം നബി തങ്ങൾ പറയുകയാ, പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു ഉദാഹരണം ഞാൻ പറയുകയാ. ഒരു നല്ല കാര്യം പറഞ്ഞാൽ എത്ര പെട്ടെന്നാണ് അത് ചെയ്യേണ്ടതെന്നുള്ളതിനൊരു തെളിവ് ഞാൻ പറഞ്ഞു തരാം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നബി തങ്ങൾ പറയുകയാ. യഹ്തതല ഇബ്രാഹിം അലൈഹിസ്സലാം വഹുവ ഇബ്നു 80 സന. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 80 വയസ്സായി. 80 വയസ്സ് പ്രായമായി. ആ 80 വയസ്സുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പടച്ച റബ്ബിന്റെ കൽപ്പന വരികയാ, ഇബ്രാഹിം നബിയേ സുന്നത്ത് കല്യാണം നടത്തണം നബിയേ, സുന്നത്ത് കല്യാണം നടത്തണം നബിയേ. 8 വയസ്സുകാരനോടല്ല, 80 വയസ്സുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പടച്ച റബ്ബിന്റെ കൽപ്പന വരികയാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം പറയുന്നത്. പടച്ചവനെ സുന്നത്ത് കല്യാണം നടത്താൻ പറയുകയാണ്. അതിനെക്കുറിച്ച് വലിയ അറിവില്ലടോ. അല്ലാഹുവിന്റെ കൽപ്പന വന്നു 80 വയസ്സുള്ള ഇബ്രാഹിം നബിയോട് സുന്നത്ത് കല്യാണം നടത്താൻ. പടച്ചവനെ റബ്ബിന്റെ കൽപ്പന വന്നപ്പോ ഇബ്രാഹിം നബി എന്ത് ചെയ്തെന്നറിയുമോ? വഹുവ ബിൽ ഖദൂർ,
തൻ്റെ കയ്യിലൊരു മഴുവിരിക്കുകയാണ്, ഒരു കോടാലി ഇരിക്കുകയാണ്, ഒരു ചെറിയ മഴു തൻ്റെ കയ്യിലിരിക്കുകയാണ്. ഇബ്രാഹിം നബി എന്ത് ചെയ്തെന്നറിയുമോ? ആ മഴുവ് കൊണ്ട് സ്വന്തമായിട്ടങ്ങ് സുന്നത്ത് കല്യാണം നടത്തുകയാ. തൻ്റെ കയ്യിലിരുന്ന മഴുവ് കൊണ്ട് ഇബ്രാഹിം നബി അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ സുന്നത്ത് കല്യാണം നടത്തുകയാണ്. പടച്ചവനെ പറയേണ്ടതില്ലല്ലോ, രക്തമൊഴുകാൻ തുടങ്ങി. അതാ വരുന്ന മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. യാ ഖലീലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തേ നബിയേ, നിങ്ങൾക്കൊന്ന് ക്ഷമിച്ചുകൂടായിരുന്നു നബിയേ? ഒന്ന് സമാധാനത്തോടു കൂടി ചെയ്താ പോരായിരുന്നോ? എന്തിനാണ് നിങ്ങൾ എത്ര ധൃതി കാണിച്ചത്? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുമ്പോ, അല്ലാഹുവേ, ഇബ്രാഹിം നബി പറഞ്ഞ മറുപടി എന്താ? ജിബ്രീലേ, അല്ലാഹ് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ, പടച്ചവനെ ചെയ്യണമല്ലോ, പിന്നെ എന്താലോചിക്കാനാ? ഇതാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. ഒരു നല്ല കാര്യം പറഞ്ഞ പിന്നെ അത് ചെയ്യാതെ ചിലർക്ക് സമാധാനമുണ്ടാകില്ല. അള്ളാഹു അക്കൂട്ടത്തിന് നമ്മളെ പെടുത്തുമാറാകട്ടെ. 80 വയസ്സുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു, ലോകത്താദ്യമായിട്ട് സുന്നത്ത് കല്യാണം നടത്താൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ കയ്യിലിരുന്ന മഴുകൊണ്ട് ഇബ്രാഹിം നബി സ്വന്തമായിട്ട് സുന്നത്ത് കല്യാണം നടത്തി. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുക, എന്തേ നബി, ഇതിങ്ങനെ രക്തത്തിൽ കൊളിച്ച് നിൽക്കണല്ലോ, നിങ്ങൾക്കൊന്ന് സമാധാനത്തോടെ ഒന്ന് ചെയ്തുകൂടെ? അള്ളാഹുവിൻ്റെ കൽപ്പന വന്നാൽ എങ്ങനാ? ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ ആലോചനയില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, അതൊരു മനസ്സാണ്, ഒരു നല്ല ഗുണമാണ്. അതാണ് നമ്മളിൽ പലർക്കും ഇല്ലാതെ പോയത്. അങ്ങനെയുള്ള ഒരു സ്വഭാവമാണ്. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമാണ്, എല്ലാവരും ദുആ ചെയ്യുന്നത് സ്വർഗത്തിൽ പോകാനാ. എന്നാ നിന്റെ ജീവിതത്തിൽ നീ എന്ത് നന്മയാണ് ചെയ്തു വച്ചിരിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, പോകാൻ ആഗ്രഹിച്ചാ മാത്രം പോരാ. ഉസ്താദന്മാര് നിങ്ങളോട് ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് പറഞ്ഞു തരുന്നല്ലോ. ആ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരുപാട് എളുപ്പ വഴികള് അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് പറഞ്ഞു തരാറുണ്ടല്ലോ. എന്തേ നമ്മുടെ തലയ്ക്കകത്ത് കയറാത്തത്? എന്തേ നമ്മളിത് ചെയ്യാ തയ്യാറാകാത്തത്? എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്നത്തെ ചെറുപ്പക്കാര് പറയുകയാ, ഉസ്താദേ, നിങ്ങൾ വഅദ് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ എത്ര വഅദ് പറഞ്ഞാലും ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ്, ഞങ്ങളുടെ സ്വഭാവത്തിലൊരു മാറ്റമില്ല, ഞങ്ങളെ നന്നാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നിസ്സാരമായി പുച്ഛത്തോടെ തള്ളുകയാ. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാൻ നിനക്കൊരു ചെറുപ്പക്കാരനെ പറഞ്ഞു തരട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ ഉഹദിന്റെ രണാങ്കണത്തില്, അല്ലാഹുവിന്റെ പ്രവാചകൻ യുദ്ധം നടക്കുന്ന രണാങ്കണത്തിൽ നിൽക്കുകയാണ്. നബി തങ്ങളെ വിളിച്ചു പറഞ്ഞു, സ്വഹാബാ, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു സ്വഹാബാ. ഈ രണാങ്കണത്തിൽ നിന്ന് സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു സ്വഹാബാ. ഇന്നാര് ഷഹീദായാലും അവർക്ക് സ്വർഗമുണ്ട് സ്വഹാബാ. നബി തങ്ങൾ അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ, പടച്ചവനെ, ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് കേൾക്കുമ്പോ ബഹിൻ ബഹിൻ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുകയാണ്, സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, ഉമൈറേ, നിനക്കെത്ര സന്തോഷമെന്ത്? നീ എന്തിനാ കിടന്ന് തുള്ളിച്ചാടുന്നത്?
നീ എന്തിനാ കടന്ന് സന്തോഷിക്കുന്നത്? ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കേട്ടില്ലേ? മാ ഹമലക അലാ ഖൗലിക, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കേട്ടില്ലേ? സ്വർഗ്ഗത്തിന്റെ പരിമളം അടിച്ചു വീശുകയാണ്. ഇന്നിവിടെ ഷഹീദാകുന്നവർക്ക് സ്വർഗമുണ്ടെന്ന് നബി തങ്ങൾ പറയുന്നത് കേട്ടില്ലേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇന്ന് ഈ രണാങ്കണത്തിൽ ഷഹീദായാൽ സ്വർഗം കിട്ടുമോ നബിയെ? അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, നിനക്കെന്ത് സംശയം? എന്തേ ഉമൈർ തങ്ങളുടെ കയ്യിൽ ഒരു ഈത്തപ്പഴം ഇരിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞു, എനിക്ക് സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നുണ്ട്. ഇന്നിവിടെ ആര് ഷഹീദായാലും അവർക്ക് സ്വർഗമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ കടിക്കാനൊരു കാരക്കയെടുത്ത് കയ്യിൽ വെച്ചിരിക്കുകയാ. ഉമൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ കയ്യിൽ ഒരു കാരക്ക എടുത്ത് വെച്ചിരിക്കുകയാണ്. അല്ലാഹുവേ, ആ കാരക്കയങ്ങ് താഴെ വെക്കുകയാ. കടിക്കാനെടുത്ത കാരക്കയെടുത്ത് താഴെ വെക്കുകയാണ്. ഉമൈറെ, കടിച്ചിട്ട് പോകടാ, ഈ കാരക്കയൊന്ന് കടിച്ചിട്ട് പോ. ഉമൈർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഉമൈർ ഇബ്നു ഹുമാം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറയുകയാ, അർജു അൻ അകൂന മിൻ അഹ്ലിഹാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് ആ സ്വർഗത്തിന്റെ അവകാശികളിൽ പെടണം നബിയേ. എനിക്കൊരു കാരക്ക കഴിക്കുന്ന സമയം പോലും എനിക്ക് ഈ ദുനിയാവിൽ നിൽക്കാൻ വയ്യ, എനിക്ക് ജീവിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പടച്ചവനെ പറഞ്ഞു കൊടുത്തപ്പോൾ അവിടെ നിന്ന് രണാങ്കണത്തിലേക്ക് കടന്നു പോവുകയാണ്. അവിടെ ഷഹീദായെന്ന് ചരിത്രം പറയുമ്പോ, വാപ്പാ, ഒരു നല്ല കാര്യം നിന്റെ മുമ്പിൽ പറഞ്ഞു തന്നു. അതിന്റെ പ്രതിഫലം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആലോചിക്കാൻ നിൽക്കരുത്. ഏതുപോലെയെന്നറിയുമോ? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മരുമകനാണല്ലോ. അലിയാർ തങ്ങളുടെ ഭാര്യയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് ഗർഭിണിയായ പെണ്ണുങ്ങൾക്ക് ചില ഭക്ഷണം കഴിക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ടാകുമല്ലോ. അതുകൊണ്ട് ഫാത്തിമ പറഞ്ഞു, അലിയേ, എനിക്കൊരു റുമ്മാമ്പഴം കഴിക്കണം അലിയേ, ഞാൻ ഗർഭിണിയാണ്, അതുകൊണ്ട് എനിക്കൊരു റുമ്മാമ്പഴം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പടച്ചവനെ, അലിയാര് തങ്ങളോട് തന്റെ മോഹം പറയുമ്പോ അലിയാര് തങ്ങൾ അതാ റുമ്മാമ്പഴം വാങ്ങാൻ പോവുകയാണ്. അവിടെ നിന്നൊരു റുമ്മാമ്പഴവും വാങ്ങിച്ചിട്ട് തിരിച്ചു വരുമ്പോ ഒരു പാവപ്പെട്ടവൻ വന്നു പറഞ്ഞു, അലിയേ, വിശക്കുന്നു അലിയേ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി അലിയേ, എന്തെങ്കിലും തന്ന് സഹായിക്കണേ അലിയേ. അലിയാർ തങ്ങൾ ചിന്തിക്കുകയാണ്, തൻ്റെ കയ്യിലൊന്നുമില്ല, ആകെ ഇരിക്കുന്നത് ഫാത്തിമ എന്ന ഗർഭിണിയായ ഭാര്യയ്ക്ക് കൊടുക്കാൻ വാങ്ങിച്ചിരിക്കുന്ന ഒരു റുമ്മാമ്പഴമാണ്. പടച്ചവനെ, എന്തു ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, അലിയേ, ഒന്നിന് 10 ഇരട്ടി അല്ലാഹു തരും അലിയേ. ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. ഉസ്താദന്മാര് ബക്കറ്റ് മുമ്പിൽ കടന്നു വരുമ്പോ പറയുമല്ലോ, അസ്സദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റും, മാരകമായ രോഗങ്ങളെ തട്ടിമാറ്റും, അപകടങ്ങളെ തട്ടിമാറ്റും. കൊടുക്കാൻ പറയുമ്പോൾ ആരെങ്കിലും കൊടുക്കുന്നു എന്ന് നോക്കുന്നവരാണ് നമ്മളിൽ പലരും. പടച്ചവനെ, ബക്കറ്റുമായി വരുന്നവന്റെ മുഖത്ത് പോലും നോക്കാത്തവരാണ് നമ്മളിൽ പലരും. എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളായ ഫാത്തിമയ്ക്ക് കൊടുക്കാൻ റുമ്മാമ്പഴവുമായിട്ട് വരുമ്പോഴാ ആ മനുഷ്യൻ പറഞ്ഞു, അലിയേ, ഒന്നിന് 10 ഇരട്ടി അല്ലാഹു തരും അലിയേ. ആ പ്രതിഫലം അങ്ങ് കേൾക്കുമ്പോ
ഗർഭിണിയാണ്, ഭാര്യയ്ക്കുള്ളതാണൊന്നും ചിന്തിച്ചില്ലടോ. പ്രതിഫലം കിട്ടുമ്പോൾ അലിയാര് തങ്ങളാ പഴമെടുത്തു കൊടുക്കുകയാ. ഇതാണടോ നമുക്ക് വേണ്ട സ്വഭാവം, ഈ ഗുണമാണ് നമുക്ക് വേണ്ടത്. ആലിയാര് തങ്ങൾക്ക് അല്ലാഹു വെറും കയ്യോടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമയുടെ മുമ്പിൽ ഒരു കൊട്ട നിറയെ അല്ലാഹു റുമ്മാമ്പഴം കൊടുത്തു എന്ന് ചരിത്രം പറയുകയാ. അതുകൊണ്ട് പടച്ചവന് ഈ മജ്‌ലിസിൽ കടന്നു വന്നവരോട് പറയുകയാ, നമ്മൾ നന്മയാണ് ചെയ്യേണ്ടത്, നല്ല കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയാണ് നമ്മൾ മത്സരിക്കേണ്ടത്. ആവശ്യമില്ലാത്ത വിഷയങ്ങൾക്കല്ല, ദുനിയാവിന്റെ കാര്യങ്ങൾക്കല്ല. അല്ലാഹുവേ, നന്മകൾക്ക് വേണ്ടി നമ്മൾ മത്സരിക്കുന്നവരാകണം. ഏതുപോലെ എന്നറിയുമോ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണം സ്വഹാബാ. എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് കടന്നു പോവുകയാണ്. എല്ലാവരും പോകുമ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങളും തന്റെ വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. ഉമറിന്റെ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ. ഉമർ തങ്ങളുടെ മനസ്സിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ. എന്താണ് ചിന്തയെന്നറിയുമോ? അബൂബക്കറിനെ പരാജയപ്പെടുത്തണമല്ലാ. ഒരിക്കലെങ്കിലും എനിക്ക് അബൂബക്കറിനെ ഒന്ന് പരാജയപ്പെടുത്തണം തമ്പുരാര്. കാരണം എന്തു പറഞ്ഞാലും അബൂബക്കറാണ്. ഏത് നന്മയിലും നാമൻ അബൂബക്കറാണ്. എന്ത് വിഷയത്തിലും അബൂബക്കറാണ് ഒന്നാമനാകുന്നത്. എന്നും അങ്ങനെ തന്നെയാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുബ്ഹി നമസ്കാരം കഴിഞ്ഞു. സ്വഹാബാ, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമാ, ഇന്ന് നോമ്പ് പിടിച്ച ആരെങ്കിലും ഉണ്ടോ സഹാബാ? നബി തങ്ങൾ ചോദിക്കുമ്പോ അബൂബക്കർ തങ്ങൾ എഴുന്നേൽക്കുകയാണ്. ഞാനുണ്ട് നബിയേ, എനിക്കിന്ന് നോമ്പാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുകയാണ്, ഇന്ന് സദഖ കൊടുത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് നബിയേ. ഇന്ന് രോഗസന്ദർശനം നടത്തി ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് നബിയേ. പടച്ചവനെ, ഇന്ന് ജനാസയിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട് നബിയേ. ചോദിക്കുന്നത് അസർ കഴിഞ്ഞിട്ടല്ല, സുബഹി കഴിഞ്ഞിട്ടാ. പടച്ചവനെ, അതാ അബൂബക്കർ തങ്ങളാണ് എന്നും ഒന്നാമനാകുന്നത്. അതുകൊണ്ട് എനിക്ക് പരാജയപ്പെടുത്തണം. പള്ളി കമ്മിറ്റിയിൽ കയറാനല്ല, അധികാരത്തിന്റെ സോപാനങ്ങളിൽ കയറാനല്ല. പടച്ചവനെ, അതാ സദക്കയുടെ വിഷയത്തില്, നന്മയുടെ വിഷയത്തില് എനിക്കൊന്നെങ്കിലും ഒന്നാമനാകണം പടച്ചവന്. അതാ ഉമർ തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. തന്റെ സമ്പാദ്യം രണ്ട് വിഭാഗമാക്കുകയാണ്, രണ്ട് വിഭാഗമാക്കി മാറ്റിവെക്കുകയാണ്. എന്നിട്ട് തന്റെ സമ്പത്തിന്റെ പകുതി എടുക്കുകയാ. അല്ലാഹുവേ, ഉമർ തങ്ങൾ ചിന്തിച്ചു, പടച്ചവനെ, ഇതുപോലെ ഒരാളും കൊണ്ടുവന്ന് കൊടുക്കൂല. എന്തായാലും അബൂബക്കർ പരാജയപ്പെടും, ഈ പ്രാവശ്യം ഞാൻ വിജയിക്കും. തന്റെ സമ്പത്തിന്റെ പകുതി എടുത്തുകൊണ്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, നബി തങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമറേ, അല്ലാഹുവേ, നബി തങ്ങൾ അവിടെന്ന് ചോദിക്കുമ്പോ പറയുകയാ, എന്റെ സമ്പത്തിന്റെ പകുതി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി തരുന്നു നബിയേ. നബി തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ദുആ ചെയ്യുകയാണ്. ഉമർ തങ്ങൾക്ക് വലിയ സന്തോഷമായി. മാറി നിൽക്കുകയാണ്. ഓരോ സ്വഹാബികളും അവരവരുടെ കയ്യിൽ ഉള്ളത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഉമർ തങ്ങളെ നോക്കുകയാ, അബൂബക്കർ എവിടെ, അബൂബക്കർ എവിടെ? അല്ലാഹ്, ഏറ്റവും അവസാനമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്നത്. ഉമർ തങ്ങൾ നോക്കുമ്പോ ഒരു ചെറിയ പൊതിയാണ് കയ്യിലിരിക്കുന്നത്.
ചെയ്യുന്നത്. ഉമർ തങ്ങൾക്ക് സന്തോഷമായി ഓടി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്ന് നിൽക്കുകയാ. അബൂബക്കർ തങ്ങൾ ചെറിയ ഒരു ഹദിയയുമായി അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്ന് കൊണ്ടുവന്ന് കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, അബൂബക്കർ ഇനി വീട്ടിൽ എന്തുണ്ട് അബൂബക്കർ? എന്താണ് നീ ബാക്കി വെച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? യാ റസൂലല്ലാഹ്, അല്ലാഹും അവന്റെ പ്രവാചകനുമല്ലാതെ ഇനി ഒന്നുമില്ല നബിയേ. തന്റെ സമ്പത്ത് മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കുകയാ. അവിടെയും അബൂബക്കറാണ് വിജയിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ വാഴ കേൾക്കാമെന്നവരോട് പറയുകയാ, നമുക്കുമൊന്ന് മത്സരിക്കാൻ കഴിയുമോ? നമുക്കുമൊന്ന് മത്സരിക്കാൻ കഴിയുമോ? പടച്ചവനെ, ഒരു നന്മയുടെ വിഷയത്തിൽ നമുക്കുമൊന്ന് മത്സരിക്കാമടോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, ഒരു നല്ല കാര്യം പറഞ്ഞാ അത് ചെയ്യാനുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാനൊരു നന്മ പറഞ്ഞു തരാ. ആരാട് പറഞ്ഞു തരുന്നതെന്നറിയുമോ? മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നാരമകള് അതാ ഒരു നന്മ പറഞ്ഞു തരികയാണ്. അലിയാര് തങ്ങളാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവര്, അതാ ഒരു ദിവസം അലിയാര് തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മുഖമങ്ങ് വാടിയിരിക്കുകയാ. ഫാത്തിമയുടെ മുഖമങ്ങ് വാടിയിരിക്കുകയാണ്. വല്ലാത്ത സങ്കടത്തിലാണ് ഫാത്തിമ ഇരിക്കുന്നത്. അലിയാര് തങ്ങൾ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഫാത്തിമ എന്തു പറ്റി ഫാത്തിമ? എന്തു പറ്റി ഫാത്തിമ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ തന്റെ കൈയെടുത്ത് കാണിച്ചു കൊടുക്കുകയാ. പടച്ചവനേ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ രണ്ട് കൈയും അവിടുന്ന് പൊട്ടിയിരിക്കുകയാ. ആട്ടുകല്ല് പിടിച്ചിട്ട്. പടച്ചവനെ, എന്തേ കാരണമെന്നറിയുമോ? അലിയാര് തങ്ങൾ പാവപ്പെട്ടവനാ. പടച്ചവനെ, അതാ മാവ് പൊടിച്ചിട്ട്, ഗോതമ്പ് പൊടിച്ചിട്ട് അത് കൊണ്ടുപോയി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് അലിയാര് തങ്ങളും ഫാത്തിമ ബീബിയും കഴിയുന്നത്. പടച്ചവനെ, എപ്പോഴും മാവ് പൊടിക്കുന്നതിന് വേണ്ടി കൈകൊണ്ടിങ്ങനെ കല്ല് പിടിക്കുകയാ. ആ കല്ല് പിടിച്ചിട്ടാണ് ഫാത്തിമയുടെ കൈ പൊട്ടിയിരിക്കുന്നത്. പടച്ചവനെ, നമ്മൾ ചിന്തിക്കും, ഉസ്താദ് എങ്ങനെയാ കൈ പൊട്ടുക? എൻ്റെ പ്രിയപ്പെട്ട വാപ്പാ, ഫാത്തിമ ബീബിക്ക് ഹസനും ഹുസൈനും എന്ന് പറയുന്ന രണ്ട് ചെറിയ മക്കളാണുള്ളത്. രണ്ടുപേരും ഒരു വയസ്സിന്റെ വ്യത്യാസമാണ്. രണ്ടുപേർക്കും ഒരു വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ആ ഒരു വയസ്സിന്റെ വ്യത്യാസമുള്ള മക്കളെ എങ്ങനെയാ ഫാത്തിമ വളർത്തിയതെന്നറിയുവോ? തൊട്ടിലിൽ കിടന്ന് കരഞ്ഞ ഫാത്തിമ ബീബി ഒരു കയറ് കെട്ടിയിട്ടിരിക്കുകയാ. തന്റെ കാലിൽ ഒരു കയറ് കെട്ടിയിട്ടിരിക്കുകയാണ്. മക്കള് കരഞ്ഞ കാലുകൊണ്ടാട്ടിയിട്ടാണ് ഫാത്തിമ തന്റെ മക്കളെ ഉറക്കിയിരുന്നത്. കാരണം അതുപോലെ ജോലിയാണ്. അങ്ങനെ ജോലി ചെയ്ത കല്ല് പിടിച്ചിട്ട് രണ്ട് കൈയും പൊട്ടിയ സങ്കടമാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ തന്റെ ഭർത്താവായ അലിയാര് തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നത്. അലിയാര് തങ്ങൾക്ക് സങ്കടമായി, രണ്ടുപേർക്കും സങ്കടമായി. അലിയാര് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ഞാനൊരു വഴി പറഞ്ഞു തരാ. നിന്റെ പ്രയാസം മാറാ, നിന്റെ ബുദ്ധിമുട്ടുകൾ മാറാ. ഞാൻ നിനക്കൊരു വഴി പറഞ്ഞു തരട്ടെ ഫാത്തിമ. എന്തേ അലിയേ? അലിയാര് തങ്ങൾ തന്റെ ഫാത്തിമയോട് പറയുകയാണ്, നീ നാളെ നിന്റെ വാപ്പാടെ മുമ്പിലേക്ക് കടന്നു ചെല്ലണം. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന നിന്റെ പിതാവിന്റെ മുമ്പിൽ ചെന്നിട്ട് നിന്റെ കൈ കാണിച്ചു കൊടുത്തിട്ട് നിന്റെ സങ്കടങ്ങൾ പറഞ്ഞിട്ട് നീ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയണം, ബാപ്പാ
എനിക്കൊരടിമയെ വേണം ബാപ്പാ. ഒരടിമയെ നീ ചെന്ന് ചോദിച്ചാൽ ഒരുപാട് അടിമകൾ നബി തങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ നീ ചോദിച്ചാ ഉറപ്പായിട്ടും തരും ഫാത്തിമ. ഒരടിമയെ ലഭിച്ചാ നിനക്ക് സഹായമാകുമല്ലോ. ഫാത്തിമ ചിന്തിച്ചു, ശരിയാണല്ലോ. പടച്ചവനെ കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ ജോലിയൊക്കെ കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന പിതാവിനെ കാണാൻ പോവുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ വീട്ടിൽ ചെല്ലുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു യാത്ര പോയിരിക്കുകയാ. നബി തങ്ങൾ ഒരു യാത്ര പോയിരിക്കുകയാ. ഫാത്തിമയ്ക്ക് സങ്കടമായി. ഉമ്മയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പടച്ചവനെ തന്റെ കൈ കാണിച്ചു കൊടുത്തിട്ട് ഫാത്തിമ സങ്കടം പറയുകയാ. വീട്ടു ജോലിയെ കുറിച്ച് പറയുകയാ. ഭർത്താവിന്റെ വീട്ടിലെ പ്രയാസങ്ങളെ കുറിച്ച് പറയുകയാ. ഫാത്തിമ ബീബി പറയുമ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സങ്കടം വരികയാ. ഫാത്തിമ പറഞ്ഞു, ഉമ്മ വാപ്പ വരുമ്പോ പറയണേ എനിക്കൊരടിമയെ വാങ്ങിത്തരണമേ, എനിക്കൊരടിമയെ തരാൻ പറയണം. ഉമ്മയോട് പറഞ്ഞു മനസ്സിലാക്കുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ പടച്ചവനെ സമാധാനത്തോടെ തന്റെ വീട്ടിലേക്ക് തിരിച്ചുപോയി. പടച്ചവനെ അന്ന് രാത്രിയിലാണ് നബി തങ്ങൾ വരുന്നത്. ഒരുപാട് താമസിച്ചിട്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് താമസിച്ചിട്ടാണ് നബി തങ്ങൾ വന്നത്. അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടെന്ന് പറഞ്ഞു, നബിയേ ഫാത്തിമ വന്നിരുന്നു നബിയേ, വലിയ സങ്കടത്തിലാ നബിയേ, ഫാത്തിമയുടെ കൈ രണ്ടും പൊട്ടിയിട്ടുണ്ട് നബിയേ. ഫാത്തിമയെ കുറിച്ച് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് വിശദീകരിക്കുമ്പോ കരളിന്റെ കഷ്ടമായ പൊന്നാര നബിതങ്ങളെ സ്നേഹിച്ചിരുന്ന ഫാത്തിമ, നബിതങ്ങൾക്ക് സമാധാനം കിട്ടിയില്ലടോ. ആ രാത്രിയിൽ തന്നെ നബിതങ്ങളെ ഇറങ്ങുകയാണ്. എനിക്കെന്റെ പൊന്നുമോളെ കാണണം, എനിക്കെന്റെ പൊന്നുമോളെ കാണണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അങ്ങനെ ഫാത്തിമ ബീബിയുടെ വീട്ടിലേക്ക് പാതിരാത്രിയിൽ കടന്നു ചെല്ലുകയാണ്. നബിതങ്ങൾ സലാം പറഞ്ഞു. വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ രണ്ടുപേരും കിടക്കുകയായിരുന്നു. പെട്ടെന്ന് ചാടി എഴുന്നേക്കാൻ നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇരിക്കു ഫാത്തിമ, ഇരിക്കലിയേ. രണ്ടുപേരെയും പിടിച്ചിരുത്തുകയാണ്. അവരുടെ മുമ്പിൽ അവരുടെ മധ്യഭാഗത്ത് നബി തങ്ങൾ ഇരുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീബിയുടെ കൈ പിടിച്ചു നോക്കുകയാ. ജോലി ചെയ്ത് കൈയൊക്കെ പൊട്ടിയിരിക്കുന്ന പൊന്നാര മകളെ കൈ പിടിച്ചിട്ട് പ്രവാചകൻ തയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് തലോടുകയാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? പെൺമക്കളുള്ള പിതാക്കന്മാരെ, നിങ്ങൾക്ക് വേണ്ട ഒരു സ്വഭാവം ഇതാണ്. പെൺകുട്ടികളുള്ള പിതാക്കന്മാര് പഠിക്കേണ്ട ഒരു പാഠമാണ്. ഒരു വാപ്പ എങ്ങനെയാകണം, ഒരു വാപ്പ എങ്ങനെയാകണം. നിന്നെ പോലെ നിന്റെ മരുമകന് സമ്പത്തുണ്ടാകണമെന്നില്ല, സൗകര്യമുണ്ടാകണമെന്നില്ല, കൊട്ടാരം പോലെയുള്ള വീടുണ്ടാകണമെന്നില്ല. പാവപ്പെട്ടവനാകാ, കഷ്ടപ്പെട്ട് ജീവിക്കുന്നവനാകാ. പടച്ചവനെ ആ പാവപ്പെട്ടവന്റെ വീട്ടിലെ പ്രയാസങ്ങളെ കുറിച്ച് പൊന്നാര മകള് സങ്കടം പറഞ്ഞ എന്ത് ചെയ്യണമെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുകയാ. നബിതങ്ങളെ പഠിപ്പിക്കുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഫാത്തിമ, ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ച് കൊടുക്കുന്ന ഒരു പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്കറിയുമോ ഫാത്തിമ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെച്ച് കൊടുക്കുന്ന ഒരു പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്ന് നിനക്കറിയുമോ ഫാത്തിമ? ഇല്ല നബിയേ.
അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, പടച്ചവനെ വാപ്പാ നീ നിന്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുക്കണേ, നിന്റെ പെൺമക്കളോട് നീ പറഞ്ഞു കൊടുക്കണേ. നിന്റെ പെൺമക്കള് വീട്ടുജോലിയുടെ കാര്യങ്ങൾ നിന്റെ അടുക്കൽ പറഞ്ഞ് കരയുമ്പോ പറഞ്ഞു കൊടുക്കേണ്ട ഒരു നന്മയാണ്. അല്ലാഹുവേ, കൊട്ടുകാടിന്റെ പരിസരത്തുള്ള ഉമ്മമാരെ, ഭർത്താവിന്റെ വീടിന്റെ അടുക്കളയ്ക്കകത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന പെങ്ങള്, സങ്കടപ്പെടുന്ന പെങ്ങള്, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? ആ അടുപ്പിന്റെ ചുവട്ടിൽ കിടന്ന് പുക കൊള്ളുന്നവളല്ലേ, ചൂടനുഭവിക്കുന്നവളല്ലേ പെങ്ങളെ. നട്ടുച്ച സമയത്ത് ആ തീയുടെ ചുവട്ടിൽ കിടന്ന് ജോലി ചെയ്യുമ്പോ നിന്റെ ശരീരം വിയർക്കുമല്ലോ. വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ചുരിദാറിന്റെ ഉള്ളിലൂടെ ഒഴുകുമല്ലോ പെങ്ങളെ. വല്ലാത്ത ചൂടല്ലേ, വല്ലാത്ത പ്രയാസമല്ലേ. എങ്കിലാ വിയർപ്പ് തുള്ളി നിനക്ക് നഷ്ടമാകില്ല. ആ അടുക്കളയിൽ കിടന്നിട്ട് അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് ഒരു പെണ്ണ് തന്റെ ഭർത്താവിനൊക്കും മക്കൾക്കും ഭക്ഷണം വെക്കുമ്പോ ഒരു തുള്ളി വിയർപ്പ് നിന്റെ ശരീരത്തിൽ നിന്ന് താഴെ വീണ വഖൂദുഹന്നാസു വൽഹിജാറ, മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന പടച്ച റബ്ബിന്റെ നരകമുണ്ടല്ലോ, 3000 കൊല്ലം കത്തിച്ച നരകമുണ്ടല്ലോ. ആ നരകത്തിന്റെ തീയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാറുള്ള വഴിയാ പെങ്ങളെ. ആ അടുപ്പിന്റെ ചുവട്ടിൽ കടന്ന് തീ കൊള്ളുന്ന ഉമ്മ, അത് വെറുതെയാകില്ല, അത് വെറുതെയാകില്ല. അത് നിനക്ക് നരകമോചനം കിട്ടാറുള്ള ഒരു നന്മയാണ്, ഒരു കാരണമാണ് പെങ്ങളെ.